ലോകം ഒരിക്കലും അറിയരുതെന്ന് കരുതി കാലം മൂടിവെച്ച ചില സത്യങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ അതിരുകൾക്കപ്പുറം ഒളിച്ചിരിക്കുന്ന ആ രഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. വെൽക്കം ടു ദ മിസ്റ്ററി ഫയൽസ്. ചരിത്രത്തിലെയും ശാസ്ത്രത്തിലെയും മൂടിവെക്കപ്പെട്ട നിഗൂഢതകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. ദ മിസ്റ്ററി ഫയൽസ് ഇന്ന് പരിശോധിക്കുന്നത് ലിയനാർഡോ ഡാവിഞ്ചി എന്ന പ്രതിഭ തൻ്റെ ചിത്രങ്ങളിലൂടെ ലോകത്തെ ഞെട്ടിച്ച രഹസ്യങ്ങളെക്കുറിച്ചാണ്. ലോകം കണ്ട ഏറ്റവും വലിയൊരു പ്രതിഭയുടെ വിരൽത്തുമ്പിൽ ഒളിഞ്ഞിരിക്കുന്ന ഭയപ്പെടുത്തുന്ന രഹസ്യങ്ങൾ. ലിയനാർഡോ ഡാവിഞ്ചി. അദ്ദേഹത്തിൻ്റെ പെയിൻറ്റിങ്ങുകളിലെ നിഗൂഢ കോഡുകളിലേക്ക് കടക്കുന്നതിന് മുൻപ് ആരായിരുന്നു ഈ മനുഷ്യനെന്നും എവിടെയായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കമെന്നും നമ്മൾ അറിഞ്ഞിരിക്കണം. AD 1452 ഏപ്രിൽ 15 ഇറ്റലിയിലെ ഫ്ലോറൻസിനടുത്തുള്ള വിൻസി എന്ന ഒരു ചെറിയ ഗ്രാമത്തിലാണ് ലിയനാർഡോ ജനിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ലിയനാർഡോ ഡാവിഞ്ചി അഥവാ വിൻസി ഗ്രാമത്തിൽ നിന്നുള്ള ലിയനാർഡോ എന്ന പേര് ലഭിച്ചത്. പിയാരോ ഡാവിഞ്ചി എന്ന പ്രശസ്തനായ ഒരു വക്കീലിൻ്റെയും കാട്രീന എന്ന ഒരു സാധാരണ ഗ്രാമീണ സ്ത്രീയുടെയും മകനായിരുന്നു അദ്ദേഹം. എന്നാൽ നിയമപരമല്ലാത്ത ബന്ധത്തിൽ ജനിച്ചതുകൊണ്ട് തന്നെ അക്കാലത്തെ ഉയർന്ന സ്കൂളുകളിൽ പോയി ഔദ്യോഗിക വിദ്യാഭ്യാസം നേടാൻ ലിയനാർഡോയ്ക്ക് സാധിച്ചിരുന്നില്ല. പക്ഷേ സ്കൂൾ വിദ്യാഭ്യാസമില്ലായ്മ അദ്ദേഹത്തിനൊരു ശാപമല്ല, അനുഗ്രഹമാവുകയാണ് ചെയ്തത്. പ്രകൃതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ അധ്യാപിക. ചെറുപ്പകാലം മുതൽക്കേ പക്ഷികൾ പറക്കുന്നതും കാറ്റടിക്കുമ്പോൾ വെള്ളത്തിലുണ്ടാകുന്ന ഓളങ്ങളും മനുഷ്യ ശരീരത്തിൻ്റെ ചലനവുമൊക്കെ അദ്ദേഹം മണിക്കൂറുകളോളം നോക്കി നിന്ന് നിരീക്ഷിക്കുമായിരുന്നു. ഈ നിരീക്ഷണ പാഠവും മനസ്സിലാക്കിയ പിതാവ് ലിയനാർഡോയ്ക്ക് 14 വയസ്സുള്ളപ്പോൾ അന്നത്തെ പ്രശസ്ത ചിത്രകാരനായ ആൻഡ്രിയ ഡെൽവറോച്ചിയോയുടെ അരികിൽ ചിത്രരചന പഠിക്കാൻ അയച്ചു. അവിടെ വെച്ചാണ് ചിത്രകലയിലെ ശാസ്ത്രീയ വശങ്ങളും വിദ്യകളും ഡാവിഞ്ചി സ്വായത്തമാക്കിയത്. എന്നാൽ വെറുമൊരു ചിത്രകാരനായി ഒതുങ്ങാൻ ഡാവിഞ്ചി തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ അക്കാലത്തെ മനുഷ്യർക്ക് ചിന്തിക്കാവുന്നതിലും എത്രയോ ഉയരത്തിലായിരുന്നു. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ പുഞ്ചിരി കേവലം ഒരു ചിത്രകാരൻ്റെ ഭാവന മാത്രമല്ല. കഴിഞ്ഞ 500 വർഷങ്ങളായി ലോകത്തിലെ ഏറ്റവും മികച്ച ശാസ്ത്രജ്ഞർക്കും ചരിത്രകാരന്മാർക്കും അഴിച്ചെടുക്കാൻ കഴിയാത്ത ചില ഭയപ്പെടുത്തുന്ന രഹസ്യങ്ങളുടെ മുഖമൂടിയാണിത്. ലിയനാർഡോ ഡാവിഞ്ചി 15-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന വെറുമൊരു ചിത്രകാരൻ മാത്രമായിരുന്നു അദ്ദേഹം? അതോ നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തെക്കുറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപേ കൃത്യമായി പ്രവചിച്ച ഒരു അമാനുഷികനോ? മനുഷ്യൻ ആകാശത്തിലൂടെ പറക്കുമെന്നും ഭൂമിയുടെ അപ്പുറത്തുള്ളവരുമായി സംസാരിക്കുമെന്നും അന്നേ എഴുതിവെച്ച ഈ മനുഷ്യൻ തൻ്റെ പെയിൻറ്റിങ്ങുകളിലൂടെ ലോകത്തോട് പറയാൻ ശ്രമിച്ച ആ രഹസ്യക്കോടുകൾ എന്തെല്ലാമാണ്? ചരിത്രത്തിലെയും ശാസ്ത്രത്തിലെയും മൂടിവെക്കപ്പെട്ട നിഗൂഢതകൾ തേടിയുള്ള നമ്മുടെ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ്. കഥ തുടങ്ങുന്നത് ഡാവിഞ്ചിയുടെ 24-ാമത്തെ വയസ്സിലാണ്. 1476 മുതൽ 1478 വരെയുള്ള കൃത്യം 2 വർഷങ്ങൾ അദ്ദേഹം ഈ ഭൂമിയിൽ നിന്ന് പെട്ടെന്ന് അപ്രത്യക്ഷനായി. അദ്ദേഹം എവിടെയായിരുന്നു എന്ന് അന്വേഷിച്ച ചരിത്രകാരന്മാർക്ക് ഒരു തെളിവും ലഭിച്ചില്ല. എന്നാൽ പിന്നീട് തൻ്റെ ഡയറിയിൽ വിചിത്രമായ ഒരു ഗുഹയെക്കുറിച്ച് ഡാവിഞ്ചി കുറിച്ചിട്ടു. ആ ഇരുണ്ട ഗുഹയ്ക്കുള്ളിൽ ഞാൻ ഭയത്തോടെ നോക്കി നിൽക്കുമ്പോൾ എന്നിൽ 2 വികാരങ്ങളാണ് ഉണ്ടായത്. ഒന്ന് ഭയം, മറ്റൊന്ന് അതിനുള്ളിൽ എന്താണെന്നറിയാനുള്ള അടങ്ങാത്ത ആകാംക്ഷ. അത്ഭുതമെന്ന് പറയട്ടെ, ഈ 2 വർഷത്തെ കാണാതാകലിന് ശേഷമാണ് ഡാവിഞ്ചി അതുവരെ ലോകം ചിന്തിക്കാത്ത കാര്യങ്ങൾ വരച്ചു തുടങ്ങിയത്. ഹെലികോപ്റ്റർ, പാരച്യൂട്ട്, യുദ്ധ ടാങ്കുകൾ, റോബോട്ടുകൾ. അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഈ സാങ്കേതിക വിദ്യകൾ ഡാവിഞ്ചിക്ക് എവിടെ നിന്ന് ലഭിച്ചു? ആ ഗുഹക്കുള്ളിൽ വെച്ച് അദ്ദേഹം ടൈം ട്രാവൽ നടത്തി ഭാവി കണ്ടതാണോ? അതോ അന്യഗ്രഹ ജീവികൾ അദ്ദേഹത്തിന് നൽകിയ അറിവുകളാണോ ഇത്? നമുക്കാദ്യം മൊണാലിസയിൽ നിന്ന് തന്നെ തുടങ്ങാം. പുറമേ നിന്ന് നോക്കുമ്പോൾ ഇതൊരു സാധാരണ സ്ത്രീയുടെ പെയിൻറ്റിംഗ് ആണ്. എന്നാൽ ഡാവിഞ്ചി ഇതിനായി ഉപയോഗിച്ച സാങ്കേതിക വിദ്യ സ്ഫുമാറ്റോ എന്നാണ് അറിയപ്പെടുന്നത്. പല ലെയറുകളിലായി പെയിൻറ് പുക പോലെ പരസ്പരം കലർത്തുന്ന രീതിയാണിത്. ഇതിൻ്റെ പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ മോണാലിസയുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ അവൾ നിങ്ങളെ നോക്കി സന്തോഷത്തോടെ ചിരിക്കുന്നതായി തോന്നും. എന്നാൽ ഈ ചിരി കാണാനായി നിങ്ങളുടെ ശ്രദ്ധ അവളുടെ ചുണ്ടുകളിലേക്ക് മാറ്റുന്ന നിമിഷം ആ ചിരി അവിടെ നിന്നും മാഞ്ഞു പോകും. ലോകത്തിൽ ഒരു ചിത്രകാരനും ഇന്നുവരെ ഈ മാന്ത്രികത പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇതിലും വലിയ രഹസ്യം ഇറ്റാലിയൻ നാഷണൽ കമ്മിറ്റി ഫോർ കൾച്ചറൽ ഹെറിറ്റേജ് കണ്ടെത്തി. മൊണാലിസയുടെ വലത് കണ്ണിൽ LV എന്ന് വളരെ സൂക്ഷ്മമായി എഴുതിയിട്ടുണ്ട്. LV എന്നതിൻ്റെ ഫുൾ നെയിമായി പറയുന്നത് ലിയനാർഡോ ഡാവിഞ്ചി എന്നാണ്. എന്നാൽ അവളുടെ ഇടതുകണ്ണിൽ CE അല്ലെങ്കിൽ B എന്ന അക്ഷരങ്ങളും പശ്ചാത്തലത്തിലെ പാലത്തിന് താഴെ 72 എന്ന നമ്പറും കണ്ടെത്തി. ഡാവിഞ്ചി മരിക്കുന്നതിന് തൊട്ടു മുൻപ് വരെ ഈ ചിത്രം തൻ്റെ കൂടെ തന്നെ കൊണ്ടു നടന്നിരുന്നു. എന്തായിരുന്നു ഈ കോഡുകളുടെ അർത്ഥം? തൻ്റെ പെയിൻറ്റിങ്ങിന് പിന്നിൽ അദ്ദേഹം വലിയൊരു നിധി ഒളിപ്പിച്ചിട്ടുണ്ടെന്ന കോൺസ്പിറസി തിയറിയെ ശക്തിപ്പെടുത്തുന്നതാണ് ഈ തെളിവുകൾ. ഡാവിഞ്ചിയുടെ അടുത്ത മാസ്റ്റർ പീസാണ് യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരുമായി നടത്തിയ അവസാനത്തെ അത്താഴം ചിത്രീകരിക്കുന്ന പെയിൻറ്റിംഗ്, ദ ലാസ്റ്റ് സപ്പർ. ഈ ചിത്രം വെറും ഒരു ബൈബിൾ സംഭവത്തിൻ്റെ ആവിഷ്കാരമല്ല. ഇതിൽ ഡാവിഞ്ചി കോടിക്കണക്കിന് മനുഷ്യരെ ബാധിക്കുന്ന വലിയൊരു പ്രവചനം ഒളിപ്പിച്ചിട്ടുണ്ട്.
വത്തിക്കാൻ ഗവേഷകയായ സാബ്രീന സ്ഫോർസ ഗലാറ്റ്സിയ ഈ പെയിന്റിങ്ങിലെ ഗണിതശാസ്ത്രപരവും ജ്യോതിശാസ്ത്രപരവുമായ കോഡുകൾ വർഷങ്ങളെടുത്ത് അഴിച്ചെടുത്തു. അവർ കണ്ടെത്തിയ സത്യം ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു. ഈ ചിത്രത്തിലെ നടുവിലത്തെ വിൻഡോയ്ക്ക് മുകളിലുള്ള രാശിചക്രങ്ങളുടെയും അക്ഷരങ്ങളുടെയും കൂട്ടം ഒരു കലണ്ടറാണ്. ഡാവിഞ്ചിയുടെ ഈ രഹസ്യ കലണ്ടർ പ്രകാരം AD 4006 മാർച്ച് 21 ലോകത്ത് ഒരു മഹാപ്രളയം ആരംഭിക്കും. അതേ വർഷം ഒക്ടോബർ 1 ഭൂമിയിലെ മനുഷ്യരാശി മുഴുവനായി തുടച്ചു നീക്കപ്പെടും. ഡാവിഞ്ചിക്ക് എങ്ങനെയാണ് ഈ തീയതി ലഭിച്ചത്? രഹസ്യങ്ങൾ അവിടെയും തീരുന്നില്ല. ചിത്രത്തിൽ മേശപ്പുറത്തിരിക്കുന്ന അപ്പത്തിൻ്റെയും ശിഷ്യന്മാരുടെയും കൈകളുടെയും സ്ഥാനം ശ്രദ്ധിക്കുക. ഒരു ഇറ്റാലിയൻ സംഗീതജ്ഞൻ ഈ സ്ഥാനങ്ങൾ ഒരു മ്യൂസിക് ഷീറ്റിലെ നോട്ടുകളായി കണക്കാക്കി വലത്തുനിന്ന് ഇടത്തോട്ട് ഡാവിഞ്ചിയുടെ മിറർ രീതിയിൽ വായിച്ചു നോക്കി. അപ്പോൾ ലഭിച്ചത് 40 സെക്കൻഡ് നീളമുള്ള ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥനാഗീതമാണ്. അതെ, ഡാവിഞ്ചി പെയിന്റിങ്ങിനുള്ളിൽ ഒരു സംഗീതം ഒളിപ്പിച്ചു വെച്ചിരുന്നു. ഒരു മനുഷ്യന് ഒരേ സമയം ചിത്രകാരനും മികച്ച അനാട്ടമിസ്റ്റും എഞ്ചിനീയറും ശാസ്ത്രജ്ഞനുമാകാൻ എങ്ങനെ കഴിയും? ഇവിടെയാണ് ഡാവിഞ്ചിയുടെ ജീവിതത്തിലെ ദ മിസ്സിംഗ് ഇയേഴ്സ് പ്രസക്തമാകുന്നത്. 1476 തൻ്റെ 24ാമത്തെ വയസ്സിൽ ഡാവിഞ്ചി പെട്ടെന്ന് അപ്രത്യക്ഷനായത് മുന്നേ സൂചിപ്പിച്ചല്ലോ. തിരിച്ചു വന്നതിനു ശേഷമാണ് അദ്ദേഹം മനുഷ്യൻ്റെ ശരീരത്തിനുള്ളിലെ അവയവങ്ങളെക്കുറിച്ചും ഹെലികോപ്റ്ററിനെക്കുറിച്ചും യുദ്ധ ടാങ്കുകളെക്കുറിച്ചും കൃത്യമായ രൂപരേഖകൾ വരയ്ക്കാൻ തുടങ്ങിയത്. അക്കാലത്ത് ശവങ്ങൾ കീറിമുറിച്ച് പരിശോധിക്കുന്നത് വലിയ കുറ്റമായിരുന്നു. എന്നിട്ടും ഡാവിഞ്ചി രഹസ്യമായി 30ലധികം ശവങ്ങൾ കീറിമുറിച്ച് മനുഷ്യ ശരീരത്തിൻ്റെ രഹസ്യങ്ങൾ പഠിച്ചു. ഈ അത്ഭുത അറിവുകൾ അദ്ദേഹത്തിന് എവിടെ നിന്ന് ലഭിച്ചു? ചരിത്രം ഇന്നും ഈ ചോദ്യത്തിന് മുന്നിൽ നിശബ്ദമാണ്. സ്വന്തം കുറിപ്പുകൾ പോലും മറ്റുള്ളവർ വായിക്കാതിരിക്കാൻ കണ്ണാടിയിൽ നോക്കി മാത്രം വായിക്കാൻ പറ്റുന്ന മിറർ റൈറ്റിംഗിൽ എഴുതിയ മനുഷ്യൻ. ഡാവിഞ്ചി ഒരു സാധാരണ മനുഷ്യനായിരുന്നോ അതോ വരാനിരിക്കുന്ന ഭാവി നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട ഒരു ടൈം ട്രാവലറായിരുന്നോ? മൊണാലിസയുടെ കണ്ണിലെ കോഡുകളാണോ അതോ ദ ലാസ്റ്റ് സപ്പർ പെയിന്റിങ്ങിലെ ലോകാവസാന പ്രവചനമാണോ നിങ്ങളെ കൂടുതൽ അത്ഭുതപ്പെടുത്തിയത്? താഴെ കമൻറ്റ് ചെയ്യൂ. ഇതുപോലെയുള്ള ഡെഡ്ലി മിസ്റ്ററികളുടെ ചുരുളഴിക്കാൻ ദ മിസ്റ്ററി ഫയൽസ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്